കോൺഗ്രസിനെ ആകെ പ്രതിസന്ധിയിലാക്കിയാണ് തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവിയുടെ ശബ്ദരേഖ പുറത്തുവന്നത്. പിന്നാലെ KPCC ഇടപെടുകയും രവിയെ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. KPCC വൈസ് പ്രസിഡന്റ് N ശക്തനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയം ഇതുപോലൊരു തിരിച്ചടി കോൺഗ്രസ് പ്രതീക്ഷിച്ചതല്ല. അതേസമയം ആ ശബ്ദരേഖ പൂർണ്ണമായും കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലാണ് പാലോട് രവി സംസാരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്താണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ശബ്ദരേഖ ചോർന്നത് വലിയ തെറ്റാണ്. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രവി രാജിവെക്കാൻ തീരുമാനിച്ചത്. അതേസമയം അവസരം മുതലെടുത്ത CPM പാലോട് രവിയെ ചാക്കിലാക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ തലസ്ഥാനത്ത് കോൺഗ്രസിന് കാര്യമായ സ്വാധീനമില്ല. നിയമസഭയിൽ പോലും കാര്യമായ പ്രാതിനിധ്യം തിരുവനന്തപുരത്ത് കോൺഗ്രസിന് അവകാശപ്പെടാനില്ല. പാർട്ടിയെ തലസ്ഥാനത്ത് ശക്തിപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നതിനിടയിലാണ് പാലോട് രവിക്കെതിരെയുള്ള ശബ്ദരേഖ പുറത്തു വന്നത്. CPM ഈ അവസരം മുതലെടുക്കുന്നതോടെ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് പാളയം ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് കട്ടായം പറഞ്ഞ പാലോട് രവി CPMന്റെ നീക്കങ്ങൾ മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പുതിയ DCC അധ്യക്ഷനെ പുനഃസംഘടനയ്ക്കൊപ്പം തീരുമാനിക്കാനാണ് നിലവിലെ ആലോചന. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തു വരുന്നതിനാലാണ് N ശക്തന് DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകിയത്. AICC നിർദ്ദേശപ്രകാരമാണ് KPCC രാജി ആവശ്യപ്പെട്ടത്. ഫോൺ സംഭാഷണത്തിനെ കുറിച്ച് വിശദീകരണം നൽകിയെങ്കിലും നിർബന്ധിത രാജി KPCC ആവശ്യപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിനെ വെട്ടിലാക്കിയ തിരുവനന്തപുരം DCC പ്രസിഡന്റും മുൻ MLAയുമായ പാലോട് രവിയുടെ ഫോൺ സംഭാഷണം ചോർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂക്കും കുത്തിവീണ് 3ാം സ്ഥാനത്താകും. നിയമസഭയിലും പരാജയപ്പെട്ട് ഇടത് ഭരണം തുടരും എന്നാണ് പുറത്തുവന്ന ഫോൺ സംഭാഷണത്തിൽ രവി പറയുന്നത്. ജനങ്ങളുമായി ബന്ധമുള്ള നേതാക്കളാരും പാർട്ടിയിൽ ഇല്ലെന്ന് തിരുവനന്തപുരത്തെ കാര്യം രവി പറയുമ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെ എന്നാണ് ഫോണിൽ മറുവശത്തുള്ള ആൾ പ്രതികരിക്കുന്നത്. BJPക്ക് വോട്ട് പറിക്കുന്നുവെന്ന് മുൻപേ ആരോപണം നേരിട്ടിട്ടുള്ള നേതാവാണ് പാലോട് രവി. തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഒരുങ്ങുന്ന ഘട്ടത്തിൽ ഈ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവിന്റെ ബോധ്യം ഈ വിധമാണെന്ന് വ്യക്തമാക്കുന്നത് സാധാരണ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ കെടുത്തുമെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട്.